Hey guys, are you a 90 kid or a Gen Z kid or a 2K kid? ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കാണാറുണ്ട് 2K കിഡ്സും അതുപോലെ 90 കിഡ്സും തമ്മിലുള്ള ചെറിയ ഉരസലുകൾ അല്ലേ, ചില കാര്യങ്ങൾ. അപ്പം 90 കിഡ്സ് അവകാശപ്പെടുന്നു അവരാണ് ഏറ്റവും മനോഹരമായ കുട്ടിക്കാലം ആസ്വദിച്ചിട്ടുള്ളത്. പലതിൻ്റെയും ഒരു എന്താ പറയുക അവസാനവും എന്നാൽ പലതിൻ്റെയും ഒക്കെ തുടക്കവും പരിശീലിച്ച് തുടങ്ങിയവർ 90 കിഡ്സ് ആണ്. 90 കിഡ്സിൻ്റെ ബാല്യകാലം അത്രയ്ക്കൊരു എന്താ പറയുക സംഭവ ബഹുലമായിരുന്നു. അവർക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഒന്നും 2K കിഡ്സിന് ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടുള്ള പല പല വീഡിയോസ് കാണാറുണ്ടല്ലേ. നമ്മൾ പറയും 20 പൈസ 10 പൈസ 50 പൈസയൊക്കെ ഉപയോഗിച്ച തലമുറ, അതുപോലെ 1 രൂപയ്ക്കും 2 രൂപയ്ക്കും ഒക്കെ സൈക്കിൾ വാടകയ്ക്കെടുത്ത് ഓടിച്ച് പഠിച്ച തലമുറ, പിന്നെ കോലുമിഠായി ഐസ് മിഠായിയൊക്കെ നുണഞ്ഞ് വഴിയിലൂടെ നടന്നതും എന്താ കശുവണ്ടി എറിഞ്ഞ് കളിച്ചതും അല്ലേ. അങ്ങനെ ഒരു എന്താ പറയുക ഈ കൊട്ടക എന്ന് പറയും, തിയേറ്റർ അല്ല, സിനിമാ തിയേറ്റർ എന്നൊന്നും അന്ന് പറയില്ല, കൊട്ടകയിൽ പോയി, നാട്ടിൻപുറങ്ങളിൽ കൊട്ടകയെന്നാണ്, ടാക്കീസാണ്, അവിടെ പോയി 1 രൂപ കൊടുത്ത് ബെഞ്ചിലിരുന്ന് സിനിമ കണ്ടിട്ടുള്ള ബാല്യം. അങ്ങനെ ഒരുപാട് 90 കിഡ്സ് ഭയങ്കര അവകാശവാദങ്ങളുമായിട്ട് വരും. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഉണ്ടായിരുന്ന കാലം, ഏതെങ്കിലും ഒരു വീട്ടിൽ TV ഉണ്ടാവും, എന്നിട്ട് ആ വീട്ടിലേക്ക് എല്ലാവരും കൂടി ഇടിച്ചു കയറി വൈകുന്നേരം 4 മണിക്കുള്ളൊരു സിനിമ, ഞായറാഴ്ച ദിവസങ്ങളിൽ 4 മണിക്കുള്ളൊരു സിനിമ കാണാൻ വേണ്ടി പോകും. ആ വീടിൻ്റെ അകത്തും പുറത്തുമൊക്കെ തിങ്ങി നിറഞ്ഞ ആൾക്കാരായിരിക്കും. ജനലിൽ കൂടെയൊക്കെ അകത്തോട്ട് നോക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ദൂരദർശനിൽ നിന്ന് വരുന്ന മലയാള സിനിമയൊക്കെ കണ്ടിരുന്ന കാലം, ചിത്രഹാർ ചിത്രഗീതമൊക്കെ ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ കണ്ടിരുന്ന കാലം, ശക്തിമാൻ, പിന്നെ രാമായണം മഹാഭാരതം ഒക്കെ ഞായറാഴ്ചകളിൽ, ജയൻ റോബോട്ട് ഇതൊക്കെ കണ്ടിരുന്ന കാലം. അങ്ങനെ ഒരുപാട് പറയാനുണ്ട് 90s കിഡ്സിന്. പക്ഷേ ഈ 90s കിഡ്സും 2K കിഡ്സും തമ്മിലുള്ള കമ്പാരിസൺ നടത്തുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നിയൊരു സംശയമാണ് കേട്ടോ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ 90 കിഡ്സ് എന്ന് പറയുമ്പോൾ ഈ 90s തുടക്കത്തിലോ 90s പകുതിയിലോ അല്ലെങ്കിൽ 90കളിലോ 95കളിലോ ഒക്കെ ജനിച്ച കുട്ടികളേക്കാൾ എനിക്ക് തോന്നുന്നു 70കളുടെ അവസാനവും പിന്നെ 80കളും ജനിച്ചു വളർന്ന് കുട്ടികളാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കിപ്പോഴും ഇതൊരു ഡൗട്ട് വരുന്നുണ്ട്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ 95ലോ 94ലോ ഒക്കെ ജനിച്ചൊരു കുട്ടിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കുട്ടിക്കാലം കിട്ടിയിട്ടുണ്ടാവുമോ? ഇല്ല. അതേസമയം 80കളിൽ ജനിച്ചിട്ട് പിന്നെ ഒരു 10, 11, 12 വയസ്സിലേക്കൊക്കെ കടക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസിലേക്കൊക്കെ കടക്കുന്നത്. ശരിയല്ലേ? ഇപ്പോൾ സൈക്കിള് ചവിട്ടാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് പോയി വാടകയ്ക്ക് എടുക്കുന്ന കാര്യമായാലും ഒക്കെ നമുക്കൊരു ബാല്യം, അതായത് സ്കൂളിലൊക്കെ ചേർന്ന് പഠിത്തം തുടങ്ങി ഒരു 5-6 വയസ്സ് തൊട്ടുള്ളൊരു തുടക്കത്തിലേ നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു 80s 70s ലാസ്റ്റിലെ 70s പകുതി തൊട്ടൊക്കെ ജനിച്ച ആൾക്കാരാണ് ഒരു വണ്ടർഫുൾ ജനറേഷനായിട്ട് ഈ പറഞ്ഞ എക്സ്പീരിയൻസുകളെല്ലാം അനുഭവിച്ചറിഞ്ഞ് വളർന്നിട്ട് ഈ പുതിയ യുഗത്തിലേക്കും മൊബൈലിൻ്റെ യുഗത്തിലേക്കും അല്ലെങ്കിൽ വലിയ വലിയ മാറ്റങ്ങളുടെ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നതും അത് രണ്ടും മനോഹരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് എനിക്ക് തോന്നുന്നു ആ ഒരു ജനറേഷനാണ് അല്ലേ. പക്ഷെ പറയുമ്പോൾ എപ്പോഴും എല്ലാവരും 90 കിഡ്സും 2K കിഡ്സും എന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ ഒരു ചിന്ത വെച്ച് ഞാൻ മനസ്സിലാക്കിയത് 90s തുടക്കത്തിലോ 90s പകുതിയിലോ ജനിച്ച കുട്ടികൾക്കൊന്നും ഈ പറഞ്ഞ ബാല്യകാലം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം അവർ പിന്നെ ഒരു 5 വയസ്സൊക്കെ ആയി വരുമ്പോഴത്തേക്ക് 2000ലേക്കൊക്കെ കയറും അല്ലേ. 95ലോ 96ലോ ഒക്കെ ജനിച്ച കുട്ടികൾ ഒരു 5-6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 2Kയിലേക്ക് കയറുവാണ്. അപ്പോൾ എന്തായാലും എല്ലാ കാലഘട്ടത്തിലെയും തലമുറയ്ക്ക് അവരുടേതാകുന്ന ഒരുപാട് കാര്യങ്ങൾ വാതോരാതെ പറയാനുണ്ടാവും. ഇനി അവർ മുതിർന്നു വരുമ്പോൾ ഇപ്പോഴത്തെ 2K കിഡ്സ് എന്ന് നമ്മൾ പറയുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ വലുതായി വരുമ്പോൾ അവർക്കും പറയാനുണ്ടാവും ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു എന്ന് അടുത്ത തലമുറയോട്. അത് കാര്യം ശരിയാണ്. എന്നാൽ പോലും ഇങ്ങനൊരു ചിന്ത എൻ്റെ മൈൻഡിൽ കടന്നു വരുന്നുണ്ട്. നിങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഈ 90 കിഡ്സ് എന്ന് പറയുന്നവർ 90കളുടെ തുടക്കത്തിൽ ജനിച്ചവർ അല്ലെ 90കളുടെ പകുതിയിൽ ജനിച്ചവരെയൊക്കെ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ അനുഭവിച്ചവരായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, കണക്കിലെടുക്കാൻ, പരിഗണിക്കാൻ പറ്റുമോ? ഇതാണ് എൻ്റെ ഒരു ഡൗട്ട്. എനിക്ക് തോന്നുന്നു 70കളുടെ പകുതി തൊട്ട് 80കളിലും ഒക്കെ ജനിച്ചവരെ സംബന്ധിച്ചാണ് അവരുടെ ഒരു 5-6 വയസ്സിലേക്കൊക്കെ കടന്നു കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ എക്സ്പീരിയൻസുകളിലൂടെയൊക്കെ
കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏത് കാലഘട്ടത്തിനും അതിൻ്റേതാകുന്ന മനോഹാരിതയും എന്താ പറയുക, ഓരോ കാലഘട്ടത്തിലും ജീവിച്ച് വളർന്നു കഴിയുമ്പോൾ ആ കുട്ടികൾക്ക് അവരുടെ പോയ കാലത്തെക്കുറിച്ചുള്ള സ്മരണകളിൽ വലിയ ഗൃഹാതുരത്വവും ഒക്കെ ഉണ്ടാവും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ തലമുറ അതായിരുന്നു, നമ്മുടെ തലമുറ ഇതായിരുന്നു എന്നുള്ള രീതിയിൽ വലിയ വീമ്പും പമ്പും ഒക്കെ പറയുന്നവരാണ്. ഇപ്പോൾ 60കളിലും 70കളിലൊക്കെ ജനിച്ചവർ അവരുടെ ഒരു ആയ കാലത്ത് നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് നമ്മളോട് പറയുമായിരുന്നു, ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെയായിരുന്നു, നിങ്ങളിങ്ങനെയാണോ, നിങ്ങളൊക്കെ വലിയ പരിഷ്കാരികളല്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ്, എല്ലാ കാലഘട്ടത്തിനും അതിൻ്റേതാകുന്ന മനോഹാരിതയും ഒരുപാട് സംഭവബഹുലമായ കാര്യങ്ങളും ഒക്കെ ഓരോ കാലഘട്ടത്തിലും കടന്നു വരുന്നുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ ഇതാണ് നമുക്ക് വീണ്ടും കം ടു ദ പോയിന്റ്. ഞാൻ പറഞ്ഞത് 90 കിഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി 90s തുടക്കത്തിലോ പകുതിയിലോ ജനിച്ച കുട്ടികളെ അല്ലല്ലോ ഈ 90 കിഡ്സ് എന്ന് നമുക്ക് കൂടുതലായിട്ട് പറയാവുന്നത്. എക്സ്പീരിയൻസ് വൈസ് ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളവർ എന്ന് പറയുന്നത് 80കളിലും അതുപോലെ 70s ഒരു പകുതി തൊട്ടും ഒക്കെ ജനിച്ച ആൾക്കാരാണ് നമ്മൾ ഈ പറയുന്ന പഴയ ഭയങ്കര നൊസ്റ്റാൾജിയ ഉണ്ടല്ലോ, നാരങ്ങ മുട്ടായിയുടെയും കപ്പലണ്ടി മുട്ടായിയുടെയും പിന്നെ ജ്യോതി അച്ചാറിൻ്റെയും ഒക്കെ കഥ പറഞ്ഞ് വീമ്പറക്കുന്ന അല്ലെ അഭിമാനിക്കുന്ന. പിന്നെ 80s 90s കാലഘട്ടത്തിലെ മനോഹരമായ സിനിമകൾ, ലാലേട്ടൻ്റെയൊക്കെ എത്ര ഹിറ്റ് മൂവീസ്, എത്ര മനോഹരമായ പാട്ടുകൾ. അത് മാത്രമല്ല, എനിക്കൊന്ന് സിനിമാസ് അതുപോലെ സംഗീതം, ഇതിൻ്റെയൊക്കെ ഗോൾഡൻ ഈറയാണ് 80s എന്ന് പറയുന്നത്, 80s 90s എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ സിനിമയിലിപ്പം മലയാളം മാത്രമല്ല, ഹിന്ദി എടുത്താലും തമിഴ് എടുത്താലും ഏത് ലാംഗ്വേജ് എടുത്ത് നോക്കിക്കോളൂ, ദ ഗോൾഡൻ ഈറ ഓഫ് ഫിലിം ഇൻഡസ്ട്രി അത് മിക്കവാറും 80s 90s തന്നെയാണ്. അപ്പോൾ ഈ 80s 90s പാട്ടുകളും സിനിമയും ഒക്കെ കണ്ടു വളർന്ന ഒരു ബാല്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു 90 കിഡ്സ് എന്ന് കുറച്ചുകൂടി ആപ്റ്റ് ആവുക ഈ പറഞ്ഞ പോലെ 70s പകുതി തൊട്ടും 80s ഒക്കെ ജനിച്ചവരാണ് അല്ലേ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 90s തുടക്കത്തിൽ ജനിച്ച ഒരാൾക്ക് 10 വയസ്സാകുമ്പോഴത്തേക്ക് 2000 നമ്മൾ എത്തും. 10 വയസ്സെന്നൊക്കെ പറയുമ്പോൾ എന്താ, എത്രാം ക്ലാസ്സിലാവാനുള്ള ടൈമേ ആയിട്ടുള്ളൂ, മനസ്സിലായില്ലേ. 2000 എത്തുമ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞൊരു സമയമാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു റീസണിങ്, ഒരു ലോജിക്ക് അങ്ങോട്ട് സെറ്റ് ആവാത്ത പോലെ എപ്പോഴും തോന്നുന്നു 90 കിഡ്സ് ആൻഡ് 2K കിഡ്സ് എന്നുള്ളൊരു കമ്പാരിസൺ വരുമ്പോൾ. നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. ഓക്കെ, ബൈ.